തിരിച്ചു കയറുന്നു എന്ന വാർത്ത. മലപ്പുറത്ത് ലീഗിന്റെ തേരോട്ടം തുടരുകയാണ്. കൊണ്ടോട്ടി, ഏറനാട്, മലപ്പുറം, മങ്കട, മഞ്ചേരി മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് ഈ ലീഗിന്റെ തേരോട്ടം തുടങ്ങിയിരിക്കുന്നു. അൻവർ സാദത്ത് ആലുവയിൽ 123 വോട്ടുകൾക്ക് മുന്നിൽ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ 25 വോട്ടുകൾക്ക് പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മുന്നിൽ. ചാത്തന്നൂരിൽ ഇപ്പോഴും BJP NDA ലീഡ് തുടരുന്നു. കേവലം 6 വോട്ട് മാത്രമാണെങ്കിലും ചാത്തന്നൂരിൽ ലീഡ് തുടരുന്ന പശ്ചാത്തലം. LDF 56, UDF 50. വലിയ എഡ്ജിലേക്ക് ഒരു മാറ്റം ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ഉണ്ടാകുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് തിരിച്ചു പിടിച്ചു. അവിടെ നേരത്തെ V മുരളീധരൻ ലീഡ് ചെയ്തതാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. ചടയമംഗലത്ത് ചിഞ്ചുറാണി തിരിച്ചു വരുന്നു, ലീഡ് നേടിയിരിക്കുകയാണ്. 11 വോട്ടുകൾക്ക് മുന്നിൽ KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഏറ്റവും ഒടുവിൽ മണലൂരിൽ TN പ്രതാപൻ 44 വോട്ടുകൾക്ക് മുന്നിൽ. പുനലൂരിൽ C അജയ് പ്രസാദ് 243 വോട്ടുകൾക്ക് മുന്നിൽ. മണലൂരിൽ TN പ്രതാപൻ 43 വോട്ടുകൾക്ക് മുന്നിൽ. പുനലൂരിൽ C അജയ് പ്രസാദ് 253. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിൽ 25 വോട്ടുകൾക്കാണ് മുന്നിൽ. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 25 വോട്ടുകൾക്ക് മുന്നിൽ. പുതുമയിൽ CH കുഞ്ഞമ്പു 82 വോട്ടുകൾക്ക് മുന്നിൽ. വർക്കലയിൽ LDF മുന്നിൽ. വർക്കലയിൽ തുടക്കത്തിൽ V ജോയ് LDF മുന്നിൽ, വർക്കല കഹാർ പിന്നിൽ എന്നുള്ളതാണ്. ഇപ്പോഴും KB ഗണേഷ് കുമാറും ചിഞ്ചുറാണിയും മുന്നിട്ട് നിൽക്കുകയാണ്. 2 മന്ത്രിമാർ മുന്നിട്ട് നിൽക്കുന്നു. തൃത്താലയിൽ ബൽറാം ലീഡ്, അവിടെ MP രാജേഷ് പിന്നിൽ. MP രാജേഷ് ഇപ്പോഴും പിന്നിൽ. കോങ്ങാട് LDFന്റെ ലീഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ MP രാജേഷ് പിന്നിട്ട് നിൽക്കുന്നു. ചിഞ്ചുറാണി ലീഡ് തിരിച്ചു പിടിച്ചു. റോഷി അഗസ്റ്റിൻ ലീഡ് തിരിച്ചു പിടിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ മുന്നിൽ. നെയ്യാറ്റിൻകരയിൽ K ആൻസലൻ 47 വോട്ടുകൾക്ക് മുന്നിൽ. വണ്ടൂരിൽ AP അനിൽകുമാർ 33 വോട്ടുകൾക്ക് മുന്നിൽ. കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിൽ ആദ്യ ലീഡ് 21 വോട്ടുകൾക്കാണ്. കുന്നത്തൂരിലെ ആദ്യ ലീഡ് ഫലം വരുമ്പോൾ കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ ഉള്ളത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. കോട്ടയം ജില്ലയിൽ വൈക്കത്തും കാഞ്ഞിരപ്പള്ളിയിലും LDF ലീഡ് ചെയ്യുകയാണ്. അതേസമയം പൂഞ്ഞാറിലും കടുത്തുരുത്തിയിലും പുതുപ്പള്ളിയിലും UDFന്റെ ലീഡ് തുടരുകയാണ്. വൈക്കം, കാഞ്ഞിരപ്പള്ളി, ഇതാണ് LDFന്റെ ലീഡ് കിട്ടുന്ന ഇപ്പോഴത്തെ മണ്ഡലങ്ങൾ. തൃത്താലയിൽ ഇപ്പോഴും ബൽറാം മുന്നിൽ. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് 54 വോട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടകം സുരേഷിനെ ഇറക്കിയുള്ള പരീക്ഷണം വിജയം കാണുന്നു എന്നതിന്റെ സൂചന. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ 151 വോട്ടുകൾക്ക് മുന്നിൽ. കൊട്ടാരക്കരയിൽ 151 വോട്ടുകൾക്ക് KN ബാലഗോപാൽ മുന്നിൽ. കഴക്കൂട്ടത്ത് നേരത്തെ പറഞ്ഞ പോലെ കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് തിരിച്ചു പിടിക്കുന്നു. മന്ത്രി ചിഞ്ചുറാണി മുന്നിൽ കയറിയിരിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചുറാണി 28 വോട്ടുകൾക്ക് മുന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടിയുണ്ട്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണല്ലോ. LDF 56, UDF 50 എന്ന രീതിയിൽ LDFന്റെ ലീഡ് കൂടുന്നു. NDA 2 സീറ്റിൽ, മറ്റുള്ളവർ 1 എന്നുള്ളത് G സുധാകരനാണ്. ഇപ്പോൾ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 56, 50 എന്നുള്ളതാണ് കണക്ക്. PC വിശ്വനാഥ് കുണ്ടറയിൽ ഇപ്പോഴും മുന്നിലാണ്. ഏറ്റവും ഒടുവിൽ ഗണേഷ് കുമാർ ഇപ്പോഴും ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരം വന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണ്ഡലങ്ങളിൽ NDAയുടെ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ NDA പുറകോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ ഒരു മണ്ഡലങ്ങളും NDA ലീഡില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, അരുവിക്കരയിൽ VS ശിവകുമാർ മുന്നിലാണ് 121 വോട്ടുകൾക്ക്. റാന്നിയിൽ പഴകുളം മധു 125 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന കണക്കുണ്ട്. റാന്നിയിൽ പഴകുളം മധു മുന്നിലാണ്. അരുവിക്കരയിൽ VS ശിവകുമാർ 151 വോട്ടുകൾക്ക് മുന്നിലാണ്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു മുന്നിട്ട് നിൽക്കുന്നു. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു UDF ലീഡ് ചെയ്യുന്നു. നാട്ടകം സുരേഷ്, കോട്ടയത്ത് UDFന് അനുകൂലമായ ഒരു നിലയുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് പല മണ്ഡലങ്ങളിലും 64 വോട്ടുകൾക്ക് മൂവാറ്റുപുഴയിൽ മുന്നിൽ. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാളിന് 64 വോട്ടുകൾക്ക് മുന്നിൽ എന്ന പുതിയ ഒരു കണക്ക് കൂടി വരുന്നുണ്ട്. തൃശ്ശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ LDF മുന്നിൽ. തൃശ്ശൂരിൽ LDF ലീഡ് നേടുന്നു. നേരത്തെ പത്മജ വേണുഗോപാലിനായിരുന്നു ലീഡ്. പക്ഷേ അവിടെ ഇപ്പോൾ LDFന്റെ ലീഡാണ്. ഉടുമ്പൻചോലയിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ UDF. പാലായിൽ EVM ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാലായിലെ കണക്ക് വളരെ നിർണായകമാണ്. EVM എണ്ണി തുടങ്ങി. പല മണ്ഡലങ്ങളിലും EVM എണ്ണി തുടങ്ങി കഴിഞ്ഞു. പോസ്റ്റൽ വോട്ടുകൾ അത്ര കണ്ടില്ലായിരുന്നു ഇത്തവണ, അല്ലെ? കുറവായിരുന്നു. ശരി, എന്തായാലും നേമത്ത് V ശിവൻകുട്ടി ലീഡ് 88 ഉയർന്നിരിക്കുന്നു. നേമത്ത് V ശിവൻകുട്ടി 88 വോട്ടുകൾക്ക് മുന്നിലാണ്. കോവളത്ത് M വിൻസെന്റ് 59 വോട്ടുകൾക്ക് മുന്നിൽ. UDF സ്ഥാനാർത്ഥി M വിൻസെന്റ്. അശ്വിനി വീണ്ടും ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത കൂടിയുണ്ട്. പാലായിൽ മാനസി കാപ്പന് ലീഡ്. നെയ്യാറ്റിൻകരയിൽ N ശക്തൻ ലീഡ് തിരിച്ചു പിടിക്കുന്നു 12 വോട്ടുകൾക്ക്. നെയ്യാറ്റിൻകരയിൽ N ശക്തൻ ലീഡ് തിരിച്ചു പിടിക്കുന്നു 12 വോട്ടുകൾക്ക്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ 63 വോട്ടുകൾക്ക് മുന്നിൽ. 63 വോട്ടുകൾക്ക് മുന്നിൽ. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് നില 213 ഉയർന്നിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി 51, LDF 57. ഇതിൽ 16 സീറ്റുകളും UDFന്റേത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിൽ എല്ലാ സീറ്റിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. പൊന്നാനി ഉൾപ്പെടെയുള്ള എല്ലാ സീറ്റുകളിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. LDF 57, UDF 51.
കൊച്ചിയിൽ കെ ജെ മാക്സിന്റെ ലീഡ് 147. കൊച്ചിയിൽ കെ ജെ മാക്സ് 147 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കൊച്ചിയിൽ കെ ജെ മാക്സി അവിടുത്തെ നിലവിലെ MLA ആണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 213 ഉയർന്നിരിക്കുന്നു. മലപ്പുറത്തെ എറണാകുളത്ത് UDF ആണ് ലീഡ് ചെയ്യുന്നത്. കൊച്ചിയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. തൃക്കാക്കര UDF 93 വോട്ടിന് ജോയിയുടെ ലീഡ് 28. വർക്കലയിൽ VS ജോയ് 28 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. പോസ്റ്റൽ വോട്ട് ട്രെൻഡ് LDFന് അനുകൂലം പ്രതീക്ഷിച്ചതിനനുസരിച്ചെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നു. ആദ്യ പ്രതികരണം MV ഗോവിന്ദന്റെ ഇന്ന് വരികയാണ്. പ്രതീക്ഷയ്ക്കനുസരിച്ചാണ് പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ഫലം വരുന്നതെന്ന് MV ഗോവിന്ദന്റെ പ്രതികരണം. പ്രതീക്ഷയ്ക്ക് ഒരു മാറ്റവുമില്ല. നല്ല വിജയം തന്നെ LDF നേടും. സുധീർ ഷാ പാലോട് UDF സ്ഥാനാർത്ഥി 2 വോട്ടുകൾക്ക് മുന്നിൽ. വാമനപുരത്ത് സുധീർ ഷാ പാലോട് 2 വോട്ടുകൾക്ക് മുന്നിൽ എന്ന ഒരു കണക്ക് കൂടി പുറത്തുവരുന്നു. തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ് 28 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ്, വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി 65. യെസ്, കളമശ്ശേരിയിൽ ഇപ്പോൾ ലീഡ് LDF തിരികെ പിടിക്കുന്നു. 51 വോട്ടുകളുടെ ലീഡ് പിടിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. കോന്നിയിൽ LDF ഇല്ലേ, ജനീഷ് കുമാർ ലീഡ് ചെയ്യുന്നു. ഷൊർണൂരിൽ LDFന്റെ മമ്മിക്കുട്ടി ലീഡ് ചെയ്യുന്നു. എന്തായാലും ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ലീഡ് 107 ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ലീഡ് 107 ആറന്മുളയിൽ അബിൻ വർക്കി വീണ ജോർജിനേക്കാൾ 107 വോട്ടുകൾക്ക് മുന്നിൽ. പഴകുളം മധുവിന്റെ ലീഡ് റാന്നിയിൽ 158 പഴകുളം മധുവും അവിടെ ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിലെ 2 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. നമുക്കറിയാം LDFിനൊപ്പം നിന്ന മണ്ഡലങ്ങളാണ്. പിണറായി വിജയൻ ലീഡ് 340 കടന്നിരിക്കുന്നു. പിണറായി വിജയൻ ധർമ്മടത്തെ 340 വോട്ടുകൾക്ക് ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്തിന്റെ ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രം വളരെ വ്യക്തമാണ്. മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൃത്യമായ മജോറിറ്റി